ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി ഒരു റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ടാണ്. അടുത്തുള്ള ആക്രിക്കടയിൽ നിന്നും 50 രൂപയ്ക്ക് വാങ്ങിയ ഒരു കിഡിലൻ ഹെഡ്ലൈറ്റിൻ്റെ റീസ്റ്റോറേഷനാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ആക്രിക്കടയിൽ നിന്ന് മേടിച്ച ലൈറ്റ് 3.7 വോൾട്ടിൻ്റെ 3 ലിഥിയം റീചാർജബിൾ ബാറ്ററി ഇടുന്ന കൂട്ട് ലൈറ്റാണ്. ഈ ഹെഡ്ലൈറ്റ് നമ്മൾ ആക്രിക്കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സോളാർ പാനലും LED ടേബിൾ ലാമ്പും ഒരെണ്ണം വാങ്ങിയായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതാണ്. ആക്രിക്കടയിൽ നിന്ന് നമ്മൾ ഹെഡ്ലൈറ്റ് വാങ്ങിയപ്പോൾ കുറേ ചെളിയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഹെഡ്ലൈറ്റ് ക്ലീൻ ചെയ്ത ശേഷം ഫുൾ സാനിറ്റൈസ് ചെയ്താണ് എടുക്കുന്നത്. ശേഷം ഹെഡ്ലൈറ്റിൻ്റെ ലെൻസ് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ലെൻസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് വീണ്ടും ഫിറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഹെഡ്ലൈറ്റിന് വേണ്ട 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇത് നമ്മൾ പഴയ ലാപ്ടോപ്പിൽ നിന്നും അഴിച്ചെടുത്തതാണ്. ഇതുപോലത്തെ ബാറ്ററി ഷോപ്പിൽ വാങ്ങാനും കിട്ടും. നമ്മളെടുത്ത് വെച്ച 3 ബാറ്ററികളും ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഇടണം. ഹെഡ്ലൈറ്റിൽ ബാറ്ററി ഇട്ട ശേഷം ഓൺ ആക്കി നോക്കിയപ്പോൾ ഓൺ ആകുന്നില്ലായിരുന്നു. സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കുന്നോർത്തൊന്ന് അഴിച്ചു നോക്കി. സ്വിച്ചിൻ്റെ മുകളിലുള്ള കവർ അഴിക്കാൻ വേണ്ടി മുകളിലുള്ള 4 സ്ക്രൂകൾ ലൂസ് ചെയ്ത ശേഷം അഴിച്ചെടുത്തു. സ്വിച്ചിൻ്റെ കവർ അഴിച്ച ശേഷം സ്വിച്ചിലേക്ക് കുറച്ച് WD-40 സ്പ്രേ അടിച്ചു. സ്പ്രേ അടിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ലൈറ്റ് ഓണായി. അടുത്തതായിട്ട് നമ്മൾ അഴിച്ചെടുത്ത സ്വിച്ചിൻ്റെ കവർ വീണ്ടും നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. സ്വിച്ചിൻ്റെ കവർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ വീണ്ടും സ്വിച്ചിൻ്റെ കവർ എല്ലാം ഇട്ട ശേഷം 4 സ്ക്രൂകൾ ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ലൈറ്റിൻ്റെ ബാറ്ററിയുടെ ബോക്സിൻ്റെ ലോക്ക് പോയതായിരുന്നു. അതിന് പകരം നമുക്ക് 2 ചെറിയ സ്ക്രൂകൾ ചെയ്ത് ഉറപ്പിച്ചെടുക്കാം. ബാറ്ററി ബോക്സിൻ്റെ ഡോറിൻ്റെ ഇരുവശങ്ങളിലും 2 ചെറിയ ഹോളുകൾ ഇട്ട ശേഷം 2 ചെറിയ സ്ക്രൂകൾ ചെയ്ത് എടുക്കാം. നമ്മുടെ ലൈറ്റിൻ്റെ റീചാർജബിൾ ബാറ്ററി ആയതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പുറമെ തന്നെ നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഹെഡ്ലൈറ്റിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹെഡ് സ്ട്രാപ്പ് നമ്മൾ വേറൊരു ലൈറ്റിൽ നിന്നും അഴിച്ചെടുക്കുകയാണ് ചെയ്തത്. അഴിച്ചെടുത്ത ഹെഡ് സ്ട്രാപ്പ് നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഹെഡ്ലൈറ്റ് ഹെഡ് സ്ട്രാപ്പ് എല്ലാം ഫിറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെഡ്ലൈറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി മൊബൈൽ ചാർജറാണ് വേണ്ടത്. മൈക്രോ USB കണക്ടറുള്ള മൊബൈൽ ചാർജർ മതി. ചാർജർ പ്ലഗിൽ കുത്തിയ ശേഷം നമ്മുടെ ലൈറ്റിലേക്ക് ചാർജർ കണക്ട് ചെയ്യാം. ചാർജ് കയറുമ്പോൾ തന്നെ നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ അവിടെ റെഡ് കളർ തെളിയും. ചാർജ് ഫുള്ളായി കഴിയുമ്പോൾ അത് ഗ്രീൻ കളറുമായി മാറും. നമ്മളെടുത്ത ബാറ്ററി എല്ലാം ഫുൾ ചാർജ് ആയിരുന്നതാണ്. അതാണ് പെട്ടെന്ന് തന്നെ ഗ്രീൻ കളറായി മാറിയത്. ലൈറ്റ് ഡേ ടൈമിൽ തന്നെ കളിച്ചപ്പോൾ കിടിലം വെട്ടമായിരുന്നു. അപ്പോൾ നമുക്ക് രാത്രിയിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഹെഡ്ലൈറ്റിൽ പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി USB കേബിൾ കുത്താൻ വേണ്ടി ഒരു പോർട്ടുമുണ്ട്. അതിലൊരു കേബിൾ കണക്ട് ചെയ്ത് നമുക്കൊന്ന് മൊബൈൽ ചാർജ് ചെയ്ത് നോക്കാം. കേബിൾ മൊബൈലിൽ കണക്ട് ചെയ്തപ്പോൾ മൊബൈൽ ചാർജ് ആകുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബാറ്ററി ബോക്സിൻ്റെ ബാക്കിലായിട്ട് ഒരു റെഡ് കളർ LED ഉണ്ടായിരുന്നു. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമ്മുടെ റെഡ് കളറിൽ ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. ഹെഡ്ലൈറ്റ് നമ്മുടെ ഒന്ന് തലയിൽ വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ ഹെഡ്ലൈറ്റിൻ്റെ ബാറ്ററി ബാക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വെയിറ്റ് തോന്നുന്നില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ രാത്രിയിൽ എങ്ങനെ വെട്ടമുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നൈറ്റിൽ നമ്മുടെ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിലും വെട്ടമായിരുന്നു. ഡേ ടൈമിൽ കാണുന്ന പോലെ നമുക്ക് കാണാമായിരുന്നു. നമ്മുടെ ഹെഡ്ലൈറ്റ് സൂം ചെയ്ത് പോയിൻ്റ് ആക്കാനും പറ്റും. അതുപോലെ വൈഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് നോർമൽ ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റാണ്. ഇനി നമ്മൾ ആക്രിക്കടയിൽ നിന്ന് മേടിച്ച് പണിതെടുത്ത ലൈറ്റിൻ്റെ വെട്ടം നോക്കാം. നമ്മുടെ ലൈറ്റ് വൈഡാക്കി ഇരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കും രാത്രിയിലും. ഫ്രണ്ട്സ്, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.